ചെറുപുഴ പഞ്ചായത്തിൽ ഹരിതമിത്രം ഇനോക്കുലം യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹരിതകർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ ഹരിതമിത്രം ഇനോക്കുലം യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉറവിട മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും അതിൻ്റെ പ്രവർത്തനം ഭംഗിയായി നടക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഏജന്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇനോക്കുലം എന്ന് പറയുന്നത്. അത് ചകിരിച്ചോറിൽ ബാക്ടീരിയകളെ വളർത്തിയിട്ട് അത് കുറച്ച് ഇട്ടാൽ മാത്രമേ ഈ നമ്മുടെ റിംകമ്പോസ്റ്റിലായാലും ജീബിനിലായാലും ബൊക്കാഷി ബക്കറ്റിലായാലും ഈ സാധനം നല്ല വളമായി മാറുള്ളൂ. നമ്മുടെ വേസ്റ്റ് നല്ല വളമായി മാറും. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് പേര് വളരെ ഭംഗിയായി അങ്ങനെ വളം അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ അടുക്കള മാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല വളം ഉണ്ടാക്കുന്നു. അവർക്ക് ഇനോക്കുലം എന്ന് പറഞ്ഞ ഈ സാധനം അങ്ങനെ ലഭ്യമല്ല. നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാവുന്ന പൊടിക്കൈകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എത്ര കണ്ട് പ്രായോഗികമായി എത്രയെന്ന് എനിക്കറിയില്ല. ചാണകം കലക്കി ഒഴുക്കി അങ്ങനത്തെ ചാണകം കലക്കി ഒഴിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ റിംകമ്പോസ്റ്റ് പോലെയുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വീടുകളിലും ഇനോക്കുലം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഹരിതകർമ്മസേന എടുക്കുന്നു. അടുക്കള മാലിന്യമാണെങ്കിലും മറ്റേത് മാലിന്യമാണെങ്കിലും നമ്മൾ ഈ ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യത്തെ വളരെ വേഗത്തിൽ നല്ല വളമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഒരു തരി പോലും ബാക്കിയില്ലാതെ കല്ലോ അങ്ങനത്തെ സാധനങ്ങളല്ലാതെ മറ്റൊന്നും ബാക്കി വരാതെ മുഴുവനും ഭംഗിയായി നല്ല വളമായി മാറുന്നതാണ് അനുഭവം. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. VO പ്രജീഷ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഹരിതകർമ്മസേന സംരംഭം നടത്തുന്ന ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹരിതമിത്രം ഇനോക്കുലം യൂണിറ്റ്. ഈ ഇനോക്കുലം യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വിവിധ ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ, റിംകമ്പോസ്റ്റ്, അതുപോലെയുള്ള ജീബിന്നുകൾ, പൊക്കാഷി ബക്കറ്റ്, അങ്ങനെയുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ നമ്മൾ പഞ്ചായത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഇനോക്കുലം കൃത്യമായി വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മസേന മുൻകൈ എടുത്തിട്ട് ഹരിതകർമ്മസേന തന്നെ അവർ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികളെ ജൈവവളമാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ് ഇനോക്കുലം. നിത്യേന ഇത് വീടുകളിൽ ആവശ്യമുള്ളതിനാൽ ഇവ വീടുകളിൽ എത്തിച്ചു നൽകുകയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. ഇതിലൂടെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് അഡീഷണൽ വരുമാനം കണ്ടെത്താൻ സാധിക്കുകയും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ജീവിത സൂചിക ഉയർത്താനും സാധിക്കും. വീടുകളിൽ എത്തിക്കുന്ന ഹരിതമിത്രം ചകിരിച്ചോർ ഇനോക്കുലത്തിന്റെ ഉപയോഗരീതിയെ ഹരിതസേനാംഗങ്ങൾ വീട്ടുകാർക്ക് വിശദീകരിച്ചു കൊടുക്കുമെന്ന് കോർഡിനേറ്റർ രജിത ശശി പറഞ്ഞു. മിത്രം ഇനോക്കുലം ഹരിതകർമ്മസേന വീടുകളിൽ എത്തുമ്പോൾ ഓർഡർ അനുസരിച്ച് എത്തിച്ചു കൊടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന രീതിയും ആ സമയത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് എല്ലാ റിംകമ്പോസ്റ്റ്, ബൊക്കാഷി ബക്കറ്റ്, ജീബിൻ അങ്ങനെയുള്ള എല്ലാ ഉപാധികളിലും ഈ ഹരിതമിത്രം ചകിരിച്ചോർ ഇനോക്കുലം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ വളമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. എല്ലാ വാർഡുകളിലും വരുന്ന ഹരിതകർമ്മസേനയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമയം പോലെ അത് എത്തിച്ചു തരുന്നതാണ്. പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ. ഡിസംബർ 15 മുതൽ മെയ് 30 വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു. കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ.